രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച ഹരിയാനയിലെ റായ് ഗ്രാമത്തിൽ നേരിട്ടെത്തി 24 നടത്തിയ അന്വേഷണത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. രാഹുൽ ഗാന്ധി പരാമർശിച്ച 3 പേർ ഈ ഗ്രാമത്തിലുണ്ട്. ഞങ്ങൾ നേരിൽ കണ്ട 2 പേരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ബിമലയും പിങ്കിയും ഇക്കാര്യം 24നോട് സ്ഥിരീകരിച്ചു. അവരുടെ പ്രതികരണത്തിൽ बट जब मेरा पहला वोट कार्ड बन के आया था तो उसमें फ़ोटो चेंज आई थी और नाम एड्रेस वगैरह सब कुछ सेम था. ये फ़ोटो नहीं थी, कोई और महिला थी, ये फ़ोटो नहीं थी उसमें. और यहीं हमारे स्कूल में ही वोट डाले थे. यहाँ गांव में जो स्कूल है उसमें वोट डाले थे. मैं, मेरे हस्बैंड और मेरी सास, हम सारे परिवार इकट्ठा होकर गए थे वोट डालने. पहले न्यूज़ देखना है ना, राहुल गांधी का न्यूज़ देखा है? सर देखा हमने, बट वो सब झूठ है सर. चुनाव आप वोट किया था? हाँ जी कराया था. किया दिया? हाँ किया गया. മറ്റൊരു യുവതിയായ പൂനം നിലവിൽ ഗ്രാമത്തിലില്ല. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നില്ല. അതിനിടെ വോട്ടർ പട്ടികയിലുള്ളത് തന്റെ ഫോട്ടോ ആണ് എന്ന് സ്ഥിരീകരിച്ച് ബ്രസീലിയൻ മോഡൽ ലാറിസ്റ്റ രംഗത്തെത്തി. Gente, contar pra vocês uma fofoca, eu ri demais. Não, vou contar fofoca. Gente, estão usando uma foto minha, antiga. Minha foto é velha, tá? Ó, tava novinha na foto, devia ter uns 20 anos, 18 anos. Estão usando a foto minha pra fazer, eu não sei se é uma eleição, alguma coisa de voto, que tem que votar. E na Índia, estão me colocando como indiana pra dar golpe nos outros, gente. Olha que loucura. Que doideira é essa? Que mundo nós estamos vivendo? Aí um repórter me chamou, querendo saber sobre esse trem, ligou lá no salão, no meu emprego, querendo conversar comigo pra entrevista. Aí eu não respondi, falei pra Tatá não passar meu número e tal. O cara achou meu Instagram, me chamou no Instagram. Agora uma outra pessoa que não tem nada a ver com o assunto, uma amiga minha de outra cidade, me manda uma foto. Vou colocar aqui pra vocês, aqui embaixo pra vocês verem. Aqui. Vocês não vão acreditar, não. Ô, gente. വിശദാംശങ്ങളുമായി ഹരിയാനയിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുകയാണ്. അജീഷ്, ഒരു മണ്ഡലത്തിൽ ഒരു സ്റ്റേറ്റിനെ തന്നെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണമാണ് ഇന്നലെ തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചത്. അത് ഈ മോഡലിന്റെ ചിത്രമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പല വോട്ടുകൾ, അങ്ങനെ പല സ്വഭാവത്തിൽ ഉള്ള തെളിവുകൾ രാഹുൽ ഗാന്ധി ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്നൊരു മറുപടി ഉണ്ടായിട്ടില്ല. നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമായത് എന്താണ്? വോട്ടർമാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലായത് എന്താണ്? അജീഷ് ജയകുമാർ. രഞ്ജിത്ത്, ഈ കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ റായ് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലാണ്. ഇത് സോനിപ്പത്ത് എന്ന് പറയുന്ന, ഹരിയാനയിലെ സോനിപ്പത്ത് എന്ന് പറയുന്ന ജില്ലയിലുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. അവിടുത്തെ അക്ബർപൂർ ബൊറോട്ട എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അവിടെ ഈ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഈ പട്ടികയിലുള്ള, ഈ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമുള്ള ഈ പട്ടികയിലുള്ള 3 സ്ത്രീകളാണ് ഉള്ളത്. ഒന്ന് പൂനം എന്ന് പറയുന്ന സ്ത്രീ, മറ്റൊന്ന് ബിമലയും, മറ്റൊന്ന് അഞ്ജു എന്ന് പറയുന്ന സ്ത്രീയാണ്. ഈ 3 സ്ത്രീകളും അവിടെ ഉള്ളതായിട്ട് നമുക്ക് അവിടെ ആ ഗ്രാമത്തിലാണ് ഉള്ളത്. ഇതിൽ പൂനത്തെയും വിമല എന്ന് പറയുന്ന സ്ത്രീയെ നമ്മൾ നേരിട്ട് കണ്ടു. ആ പൂനത്തെ നമ്മൾ ഫോണിലാണ് ബന്ധപ്പെട്ടത്. അവരുടെ ബന്ധുക്കൾ, ഭർത്താവ് അടക്കമുള്ള ബന്ധുക്കൾ പക്ഷേ ഈ ഗ്രാമത്തിലുണ്ടായിരുന്നവർ ചില കുടുംബ പ്രശ്നങ്ങൾ കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമം വിട്ട് പാനിപ്പത്ത് സ്ഥലത്തേക്ക് മാറി താമസിക്കുകയാണ്. പക്ഷേ നമ്മൾ ഫോണിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഈ വിവരങ്ങൾ, അതായത് ഈ വോട്ടർ പട്ടികയിലുള്ള വിവരങ്ങളെല്ലാം ശരി തന്നെയാണ്. പക്ഷേ താൻ കഴിഞ്ഞ വർഷം 2024 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് കള്ളവോട്ട് നടന്നിട്ടുണ്ടോ എന്ന് രാഹുൽ ഗാന്ധിയും പറയുന്നില്ല. ഇവർക്ക് പകരം മറ്റാരെങ്കിലും കള്ളവോട്ട് ചെയ്തു എന്ന് നമുക്കും ഉറപ്പിക്കാനായിട്ടില്ല. പക്ഷേ ഈ സ്ത്രീ, അങ്ങനെ ഒരു സ്ത്രീ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ വിലാസവും പേരും മറ്റു കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ്. രണ്ടാമത്തെ സ്ത്രീ ബിമല എന്ന് പറയുന്ന ഒരു പ്രായമായ സ്ത്രീയാണ്. അവരെയും നമ്മൾ കണ്ടിരുന്നു. അവരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പക്ഷേ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല എല്ലാ വിവരങ്ങളും ശരി, അവരുടെ അഡ്രസ് അടക്കം എല്ലാ കാര്യങ്ങളും ശരിയുമാണ്. പക്ഷേ ഇവർ പറയുന്നത് ഈ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഈ പട്ടികയിലുള്ള അതിന്റെ ചിത്രം, ഒപ്പം തന്നെ അതിന് മുകളിലായിട്ടുണ്ടായിരുന്ന സീരിയൽ നമ്പർ, ഈ സീരിയൽ നമ്പർ ചിത്രവുമാണ് തന്റെ വോട്ടർ ID കാർഡിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് എന്നാണ് അവർ പറഞ്ഞത്. ഈ അഞ്ജു എന്ന് പറയുന്ന സ്ത്രീയും ഈ ഗ്രാമത്തിൽ തന്നെ ഉണ്ട്. മാത്രമല്ല ഇതിനപ്പുറത്തുള്ള ഒരു 20 കിലോമീറ്റർ അപ്പുറത്തുള്ള ഇതേ നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന മച്ചറോള എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയി. അവിടെ പിങ്കി എന്ന് പറയുന്ന ഒരു യുവതിയും നമ്മൾ കണ്ടിരുന്നു. അതും ഈ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട പട്ടികയിലുള്ള വ്യക്തിയാണ്. ഈ പിങ്കിയോട് സംസാരിച്ചപ്പോഴും അവരുടെ വോട്ടർ ID കാർഡിൽ മുമ്പ് ആദ്യമായി വോട്ടർ ID കാർഡിനായി അപേക്ഷിച്ചപ്പോൾ അതിൽ ചിത്രം മാറി വന്നിരുന്നു. പക്ഷേ അത് നമ്മൾ ഈ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമാണോ എന്ന് നമ്മൾ ഫോട്ടോ കാണിച്ച് ചോദിച്ചപ്പോൾ അത് ആ ചിത്രമല്ല, പകരം ഈ നാട്ടിലുള്ള തന്നെ മറ്റൊരു സ്ത്രീയുടെ ചിത്രമാണ് തന്റെ പേരിന്റെ വോട്ടർ ID കാർഡിൽ ആദ്യം വന്നത്. പക്ഷേ അത് അപേക്ഷിച്ചപ്പോൾ തന്നെ അത് തിരുത്തി വരികയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താൻ തന്നെയാണ് അവിടെ
വോട്ട് ചെയ്തത്. താൻ 9 വർഷമായി ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, രാഹുൽ ഗാന്ധി പുറത്തുവിട്ട പട്ടികയിലുള്ള ആളുകൾ അങ്ങനെ നമ്മൾ കണ്ടത് 4 പേരെയാണ്. 4 പേർ യഥാർത്ഥത്തിൽ അങ്ങനെ ജീവിച്ചിരിപ്പുണ്ട്. മറ്റുള്ളവരുടെ കാര്യം നമുക്ക് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. എന്തായാലും മറ്റു ചില മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ അവരുടെ അന്വേഷണത്തിൽ അങ്ങനെ ചില ആളുകളെ കൂടി കണ്ടെത്തിയതായിട്ട് പറയപ്പെടുന്നു. എന്തായാലും ഈ ആളുകൾ കൃത്രിമമായി ചേർക്കപ്പെട്ടതല്ല എന്നാണ് നമ്മളുടെ അന്വേഷണത്തിൽ ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.